അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈയിടെ ആത്മഹത്യകൾ വളരെ കൂടുതലാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന തീരുമാനത്തിൽ നിന്നാണ് പലപ്പോഴും ആത്മഹത്യകൾ ചെയ്യുന്നത്. ശരിക്കും ആത്മഹത്യകൾ ചെയ്യുന്നവരെക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്നവർ ഇന്നും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അതിജീവിച്ചവരാണ്. അവരാരും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. ഇത്തരം അസ്വസ്ഥതകൾ സഹിച്ച് അനുഭവിച്ച് ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ കേൾക്കും, നിങ്ങളെ മനസ്സിലാക്കും എന്ന് തോന്നുന്ന ആരോടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ പങ്കുവെക്കണം. നിങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കണം. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസം തരാൻ സാധിക്കും. നിങ്ങളെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കാം. എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം, എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ ഞാൻ അറിയിച്ചാൽ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് സ്വയം ചിന്തിക്കുക. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കാനുണ്ടാകും. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ വാതിലുകൾ തുറന്നു തരാൻ സാധിക്കും. എന്ത് വലിയ പ്രതിസന്ധി നേരിട്ടാലും ജീവനെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത്. പകരം ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കണം. വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നിങ്ങളുടെ ജീവൻ നിങ്ങൾ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് തന്നെ അതെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുമില്ല. ആത്മഹത്യയിലൂടെ എല്ലാം അവസാനിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ ഒരിക്കലുമില്ല. അതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ നീറി നീറി ജീവിക്കുന്നു. അതിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പോയതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. സൂര്യൻ എന്നത്തെയും പോലെ ഇവിടെ ഉദിക്കും. ലോകം എന്നത്തെയും പോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. എല്ലാവരും കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളെ മറക്കും. അതുകൊണ്ട് ജീവിച്ച് കാണിക്കും എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തണം. ഒരു നിവൃത്തിയുമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത്. അല്ലാതെ ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്. ഈ സാഹചര്യമെല്ലാം മാറും. ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കാത്തവരാണ് നിങ്ങളെ കൂടെയുള്ളതെങ്കിൽ, ഒരിക്കലും നിങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാത്തവരാണ് നിങ്ങളുടെ കൂടെയെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ കൂടെയെങ്കിൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരിക. അതല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടായിരിക്കണം. കാലം എനിക്ക് നന്മ വരുത്തുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. എന്നെ വേദനിപ്പിച്ചവരെ റബ്ബ് പിടികൂടും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. കാലം ഒന്നിനും കണക്ക് പറയാതെ ഇരുന്നിട്ടില്ല. സ്വയം ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് രണ്ട് ലോകവും ഇല്ലാതാവും. എല്ലാം അവസാനിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും തുടക്കം മാത്രമായിരിക്കും. നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. ആരും ജീവനെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിപ്പെടരുത്. കാരണം ഈ സാഹചര്യമെല്ലാം മാറി തുടങ്ങും. നിങ്ങൾക്ക് നല്ല കാലം വരും. അതുകൊണ്ട് അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു സൊല്യൂഷൻ ഇതിന് കാണണം. നിങ്ങൾ ഇത്തരം ബന്ധത്തിൽ നിന്നും പുറത്തു വരണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.